എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്ന ഡിഷ് കോമൺ ആയിട്ടുള്ളതാണ്, പക്ഷെ ഡെലീഷ്യസ് ആയിട്ടുള്ളത്. എന്താണെന്ന് ഗസ് ചെയ്യാവും? ഒന്നുമില്ല, ഹൈദരാബാദി ദം ബിരിയാണി. ഓക്കെ, അപ്പം ടൈം ഒട്ടും വേസ്റ്റ് ചെയ്യേണ്ട, പെട്ടെന്ന് പരിപാടി തുടങ്ങാം. പോരും. ആദ്യം തന്നെ നമ്മൾ ചിക്കനാണ് എടുത്തേക്കുന്നത്. സോ ഇത് അറൗണ്ട് ഒരു 1.5 to 2 kg ചിക്കൻ ഉണ്ട്. അത് നമ്മൾ മാരിനേറ്റ് ചെയ്ത് കുറച്ച് നേരം വെച്ചേക്കണം. ഒരു 1 hour എങ്കിലും മിനിമം വെച്ചിരുന്നാൽ അത്രയും നല്ലത്. അതിൽ ഏറ്റവും കൂടുതൽ മാരിനേറ്റ് ചെയ്ത് വെക്കുന്നത് അത്രയും നല്ലതായിരിക്കും. ആദ്യം തന്നെ ഇതിലേക്ക് കുറച്ച് പെപ്പർ കോൺസ് ഇടുന്നുണ്ട്. പിന്നെ നമ്മുടെ പട്ട, ഗ്രാമ്പു, ഏലക്ക അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം കൂടി ഒന്ന് ഇട്ട് നല്ലപോലെ മാരിനേറ്റ് ചെയ്യണം. പിന്നെ ഒരു സ്റ്റാർ ഒണിയൻസ് ഇട്ടിട്ടുണ്ട്. പിന്നീട് പച്ചമുളക് ഇത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തേക്കുന്നത്. സാധാരണ നമ്മൾ തലശ്ശേരി ബിരിയാണിക്കൊക്കെ പച്ചമുളക് ഒന്ന് ചതച്ചിട്ടാണ് ഇടുന്നത്. ഇതിന് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. പിന്നീട് പട്ടയും കൂടി ഇട്ട് കഴിഞ്ഞാൽ ഹോൾ സ്പൈസസ് ഓൾമോസ്റ്റ് സെറ്റ് ആവുന്നു. പിന്നീട് ഒരു 2 ഏലക്കയും കൂടി ആഡ് ചെയ്യുക. ഓക്കെ, ഇനി ഇതിലേക്ക് വേണ്ടതാണ് മെയിനായിട്ട് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. ഒരു 3 സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇടുന്നുണ്ട്. അതുപോലെ തന്നെയാണ് തൈര്. ഇതിന് ശേഷം നമ്മൾ പിന്നെ ഒരു 2 സ്പൂണ് കാശ്മീരി ചില്ലി ആഡ് ചെയ്യുന്നുണ്ട്. പിന്നീട് നമ്മുടെ കയ്യിൽ തന്നെ ഹൈദരാബാദി ബിരിയാണി മസാല ഉണ്ടായിരുന്നു, അതാണ് ഇപ്പോൾ ആഡ് ചെയ്യുന്നത്. ഇത് ഹൈദരാബാദി ബിരിയാണി മസാല ഇല്ലെങ്കിൽ നമ്മുടെ ഗരം മസാലയും മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി ഇത്രയും കൂടി മിക്സ് ചെയ്ത് നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ്. സോ ഇതിനകത്ത് ഗരം മസാല എൻ്റെ കയ്യിൽ കുറച്ച് ബിരിയാണി മസാല ഉള്ളത് കാരണം അതാണ് ഞാനിപ്പോൾ ഇടുന്നത്. മിൻറ്റ് ആൻഡ് കൊറിയാണ്ടർ അത് നല്ലപോലെ ചോപ്പ് ചെയ്ത് ഒരു 1/2 ലെമൺ അതും കൂടി സ്ക്യൂസ് ചെയ്ത് ഒഴിച്ചു കൊടുക്കുക. പിന്നീട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ആഡ് ചെയ്യുക. ആഡ് ചെയ്ത് നല്ലപോലെ ഒന്ന് മാരിനേറ്റ് ചെയ്തിട്ട് ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഒരു 1 hour വെച്ചേക്കുക. ഉപ്പ് ആവശ്യത്തിന് ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിന് ശേഷം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒണിയൻ ഇതിനകത്ത് ഇതുവരെ ആഡ് ചെയ്തിട്ടില്ല. ഒണിയൻ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് വറുത്തിട്ട് അത് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെ നമ്മുടെ ഫൈനൽ മിക്സിംഗ് പാർട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഊട്ടൊക്കെ തെരിയായിരുന്നു, അല്ലെങ്കിൽ നല്ലപോലെ ഇത് വരുന്നുണ്ട്. അടുത്തെന്ന് പറഞ്ഞാൽ നമ്മൾ മാരിനേഷൻ വെച്ചല്ലോ, ഇനിയിപ്പോൾ ഈ ഉള്ളി ഒന്ന് നല്ലപോലെ വറുത്തെടുക്കുക. ഒരു ഗോൾഡൻ ബ്രൗൺ ആവുന്ന വരെ വറുത്തെടുത്ത് കഴിയുമ്പോഴത്തേക്ക് നല്ലപോലെ ബിരിയാണിക്ക് ടേസ്റ്റ് കൂടും. നമുക്ക് വറുത്തെടുക്കണം. അപ്പം ആ ഉള്ളി ഈ ചൂടായ എണ്ണയിലോട്ട് കൈയിട്ട് കൊടുക്കുക. പിന്നെ ഇത് കുറച്ച് ഇട്ട് കൊടുക്കുകയായിരുന്നെങ്കിൽ പെട്ടെന്ന് ആയി കിട്ടിയാണ്. പക്ഷെ നമുക്ക് അത്രയും ഒരു ഇതില്ലാത്തത് കാരണം മൊത്തം കൂടി ഒരുമിച്ച് ഇട്ട് കൊടുക്കുകയാണ്. ഇട്ട് കൊടുത്ത് നമുക്ക് ബ്രൗൺ. ഇനി കുറച്ച് സോൾട്ട്. അപ്പോൾ നമ്മുടെ ഒണിയൻ ഏകദേശം സെറ്റ് ആയിട്ടുണ്ട്. ഇത് നമ്മൾ കൂടുതൽ ക്വാണ്ടിറ്റി ഇട്ടത് കാരണമാണ് ഈവനായിട്ട് നമുക്ക് കിട്ടാത്തത്. സോ കുറച്ച് നല്ല ബ്രൗൺ ആയിട്ടുണ്ട്, കുറച്ച് നല്ല ഇത് നമ്മൾ വെച്ചിരിക്കുന്ന ചിക്കനിലേക്ക് ഇത് ഓയിൽ സൈസ് നമുക്ക് അങ്ങ് ഇടാവുന്നതാണ്. കാര്യം നമ്മൾ ആ ചിക്കനിനകത്തോട്ട് ഓയിൽ ആഡ് ചെയ്തിട്ടില്ല. ഈ ഒരു ഓയിൽ മാത്രമേ ഇതിനകത്ത് നമ്മൾ ആഡ് ചെയ്യുന്നുള്ളൂ. സോ ഫൈനലി ഇതെല്ലാം അപ്പം നമ്മൾ അത് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഇതൊന്ന് കുക്ക് ചെയ്യാൻ പോവുകയാണ്. സാധാരണ ദമ്മിടുമ്പോഴത്തേക്കും അതേപോലെയല്ല, നമ്മൾ സ്റ്റൗവിലാണല്ലോ ചെയ്യുന്നത്. സോ ചിക്കനും കുറച്ച് ഉപയോഗിക്കണം. അതിൻ്റെ കൂടെ തന്നെ റൈസ് നമുക്ക് വേറൊരു സൈഡ് ചെയ്യാം. റൈസ് ഓൾറെഡി ഞാൻ വെള്ളത്തിനകത്ത് കുതിർത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം അതിൻ്റെ പരിപാടി നമുക്ക് തുടങ്ങാവുന്നതാണ്. ഇതപ്പം സ്ലോ കുക്ക് ചെയ്യാൻ പോവുകയാണ്. നമ്മുടെ ചിക്കൻ നല്ലപോലെ ഒന്ന് വെന്ത് വരുന്നുണ്ട്. ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുകയാണ്. സോ ഈ സമയത്ത് നമുക്ക് ഉപ്പും കാര്യങ്ങളും എല്ലാം കറക്റ്റാണോ എന്നുള്ളതെല്ലാം ഒന്ന് ചെക്ക് ചെയ്യാവുന്നതാണ്. നമ്മുടെ റൈസ് പ്രിപ്പറേഷനാണ്. അതിനുവേണ്ടി ഓൾറെഡി നമ്മൾ കുറച്ച് ചൂടുവെള്ളം എടുത്തിട്ടുണ്ട്. അതൊന്നും കൂടി തിളയ്ക്കാൻ വേണ്ടിയിരിക്കുകയാണ്. അതിലേക്ക് നമ്മൾ കുറച്ച് പട്ട, കുറച്ച് പെപ്പർ കോണ്, പിന്നീട് തന്നെ നമ്മുടെ ഗ്രാമ്പു, ഇത് ആവശ്യത്തിന് നമ്മൾ എടുക്കുന്നതിൻ്റെ അനുസരിച്ച് ക്വാണ്ടിറ്റിയാണ്. ഞാൻ എക്സാക്റ്റ് ഒരു ക്വാണ്ടിറ്റി ഒന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഒരു സ്റ്റാർ ഒണിയൻസും ഇട്ടിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ ഏലക്കയും കൂടി ആഡ് ചെയ്തതിന് ശേഷം ഉപ്പ് നോക്കുക. ഉപ്പ് കറക്റ്റിനുള്ള ഉപ്പ് നമ്മൾ മെൻഷൻ ചെയ്തെടുക്കണം. ഞാൻ ഇതിനകത്ത് കുറച്ച് മല്ലിയിലയും പുതിനയിലയും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഇനി മെയിനായിട്ട് ഓക്കെ. അപ്പം നമ്മുടെ വെള്ളം നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഉപ്പ് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഉപ്പ് നല്ല ആവശ്യത്തിനുള്ളത് ഇട്ട് സെറ്റാക്കി നല്ല തിളച്ച് വന്ന സമയത്ത് ഇത് നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ചിരിക്കുന്ന അരിയായിരുന്നു. അപ്പം വെള്ളമെല്ലാം ഊറ്റിയിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. റൈസിന്റെ പ്രിപ്പറേഷൻ ഏകദേശം കഴിഞ്ഞ് അതിന് ഊറ്റാൻ എടുക്കുകയാണ്. നേരെ നമ്മുടെ ഫൈനൽ ദം പ്രോസസ് ആണ്. സോ നമ്മുടെ മീറ്റ് ഓൾമോസ്റ്റ് ലൈക്ക് ഒരു 80% കുക്ക് ആയിട്ടുണ്ട്.
ഇതിലേക്ക് തന്നെ നമ്മുടെ ഒരു 80 to 90% കുക്കായിട്ടുള്ള റൈസ് ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്യുകയാണ്. സോ ആ റൈസ് നമ്മൾ ആഡ് ചെയ്തിടുകയാണ് ഇതിനകത്തോട്ട്. എപ്പോഴും റൈസ് എടുക്കുമ്പോഴത്തേക്ക് നോക്കിയെടുക്കണം. കാര്യം എന്ന് പറഞ്ഞാൽ റൈസ് ഒത്തിരി ഉണ്ടെന്നുണ്ടെങ്കിൽ വലിയ പാത്രത്തിൽ തന്നെ കുക്ക് ചെയ്യാൻ നോക്കുക, ഇല്ലെങ്കിൽ അത് ഒട്ടിപ്പിടിക്കാൻ കൂടുതലാണ്. അപ്പോൾ നമ്മൾ ബിരിയാണി കഴിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ ഓരോ റൈസും വിട്ട് വിട്ടിരിക്കണം, എങ്കിലേ അതൊരു പെർഫെക്റ്റ് കുക്കിംഗ് എന്ന് പറയാൻ പറ്റും. ഇപ്പോൾ ആ ഒരു മെത്തേഡിലാണ് ഇത് കിടക്കുന്നത്. അടിപൊളിയായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ മേളിൽ കുറച്ച് ഗാർണിഷും കാര്യങ്ങളുമാണ് നെക്സ്റ്റ് ഉള്ളത്. കുറച്ച് ഫുഡ് കളർ ആഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ മേളിൽ കുറച്ച് ഗരം മസാല, ഇത് ഹോം മെയ്ഡ് ഗരം മസാലയാണ്. ജസ്റ്റ് അതിൻ്റെ മേളിലോട്ട് ഇത് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം കുറച്ച് മല്ലിയില പുതിനയില അതും കൂടി ജസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുക, ചോപ്പ് ചെയ്ത് വെച്ചേക്കുന്നത്. സോ പിന്നീട് സാധാരണ ഹൈദരാബാദി ദം ബിരിയാണിയുടെ മേളിൽ അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയൊന്നും ഇടാറില്ല, പക്ഷെ നമ്മൾ എന്തായാലും ഇടുന്നുണ്ട്. ഇത് ഗീയിൽ വറുത്തെടുത്ത അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയാണ്. സോ ഗീയും എല്ലാം, സോ അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങ ഗീ ഇതെല്ലാം കൂടി ഇതിനകത്തോട്ട് മിക്സ് ചെയ്ത് എല്ലാം സെറ്റിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ഫോയിൽ വയ്ക്കുക. ഫോയിൽ വെച്ച് നല്ലപോലെ ഒന്ന് കവർ ചെയ്യുക. കവർ ചെയ്തതിന് ശേഷം ഇതിൻ്റെ അടപ്പെടുത്ത് അതിൻ്റെ മേലിലോട്ട് വെച്ച് കൊടുക്കുക. ഓക്കെ, ഫയർ നമ്മൾ ലോ ഫ്ലെയിമിലാണ് ഇടുന്നത്. കാര്യം ഓൾറെഡി ഇത് നല്ല രീതിയിൽ കുക്കായത്, ഇല്ലെങ്കിൽ 5 മിനിറ്റത്തേക്ക് ഹൈ ഫ്ലെയിം ഇട്ട് പിന്നീട് ലോ ഫ്ലെയിം, അതിൻ്റെ ആവശ്യം നമുക്ക് എന്തായാലും ഇല്ല. സോ ഒരു 15 മിനിറ്റ്സ് ഇത് ലോ ഫ്ലെയിമിലൊന്ന് കിടക്കുക. അതിന് ശേഷം നമുക്കിത് പൊട്ടിക്കാം. നമ്മുടെ ദമ്മ് സെറ്റായിട്ടുണ്ട്. ദമ്മ് പൊട്ടിക്കുന്ന വീഡിയോ ആണ്. നല്ല ആവി വറക്കുന്നുണ്ട്, നല്ല സ്മെല്ലും വരുന്നുണ്ട്. ഇനി റൈസ് എല്ലാം കൂടി ഒരു സൈഡിൽ നമുക്ക് സ്ലോ ആയിട്ട് എടുക്കാം. സോ എല്ലാം കൂടി മിക്സ് ചെയ്യുന്നതിന് നല്ലതെന്ന് പറഞ്ഞാൽ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ എടുക്കുന്നത്. ഏറ്റവും അടിയിലാണ് മസാല ഉള്ളത്. നല്ലപോലെ കുക്കായിട്ടുണ്ട്. സോ ഈ കൺസിസ്റ്റൻസി ഞാൻ റൈസ് പറഞ്ഞ പോലെ കണ്ട സെപ്പറേറ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്, ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടിട്ടില്ല. Hello everyone, let's eat and try this one.